എൻ്റെ ദൈവമേ, ഇവൻ്റെ ഈ ഒടുക്കത്തെ ശുഭരാത്രി മറക്കണമെങ്കിൽ ഇന്ന് ഇത്തിരി കിക്കുള്ള എന്തെങ്കിലും കഴിക്കണം. ടീം യുവ സ്റ്റാൻഡ് ന്യൂയോർക്കിന്റെ ഏറ്റവും പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഇവിടെ ചീഫ് ഷെഫ് മിസ്റ്റർ മനു ഉണ്ട്. നമ്മളിത് ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഇറ്റാലിയൻ പാസ്ത വിത്ത് വോഡ്ക സോസ്. നമ്മൾ ഈ ഇന്ത്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്ത് ഒരു ലെവലെത്തി. അതുകൊണ്ട് നമുക്ക് ഇറ്റാലിയൻ ഫുഡിലേക്ക് നമുക്കൊരു കാൽ വെപ്പ് നടത്താം. ഏതായാലും നമ്മുടെ ആദ്യത്തെ ഇറ്റാലിയൻ വിഭവം പരീക്ഷിക്കാൻ പോവാണ് ഇന്ന്. അപ്പൊ അതിന്റെ പേര് പാസ്ത വിത്ത് വോഡ്ക സോസ് എന്നാണ്. അപ്പൊ നമുക്ക് അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാം. വളരെ എളുപ്പം ഉണ്ടാക്കാം. അതിൻ്റെതായിട്ടുള്ള രുചിയുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഈ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇതിന് ഒരുപാട് ഐറ്റം ഒന്നും ആവശ്യമില്ല ഉണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് സാധനങ്ങൾ മതി. ആദ്യം വന്നിട്ട് നമുക്ക് വേണ്ടിയത് ബട്ടറാണ്. ഏതെങ്കിലും ബട്ടർ, അതൊരു 4 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു സവോളയുടെ ഒരു പകുതിയിൽ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ടൊമാറ്റോ സോസ്. ഇത് ചെറുതായിട്ട് ഇത് ക്യാനിൽ വാങ്ങിക്കാൻ കിട്ടും, ഏത് സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ടൊമാറ്റോ സോസ്, പിന്നെ ഒരു സ്മോൾ വോഡ്ക. സ്മോൾ എന്ന് പറഞ്ഞാൽ 60 ml ആണല്ലോ, അപ്പോൾ അതിൻ്റെ പകുതി ഒരു 30-40 ml വോഡ്ക. ഓക്കെ, ഏകദേശം ഇത്രയും. ഇപ്പം എല്ലാവർക്കും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ വേണ്ടത് പാർമജാൻ ചീസ്, പിന്നെ പാസ്ലി, അത് ഇതുപോലെ മേടിക്കാൻ കിട്ടും. പിന്നെ ഹെവി ക്രീം, പിന്നെ ഡെഫിനറ്റ്ലി പാസ്ത വേവിച്ച. ഇത്രയാണ് ഇതിന് വേണ്ടിയത്. അപ്പോൾ ആദ്യം നമ്മളൊരു ചെറിയ പാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പാത്രം കുറച്ചൊന്ന് ചൂടാക്കി, ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കുറച്ച് ചൂടാക്കി കഴിയുമ്പോഴത്തേനും ഈ ബട്ടർ ആദ്യം അതിനകത്ത് ചേർക്കുക. അപ്പോൾ അത് മെൽറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം, മെൽറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബട്ടർ ഒരുമാതിരി ചൂടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിനകത്തേക്ക് അരിഞ്ഞിരിക്കുന്ന സവോളയും വെളുത്തുള്ളി, സവോളയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒരു 20-30 സെക്കൻഡ് ചൂടായാൽ മതി. നമ്മുടെ ഈ ബട്ടർ ചൂടായി കഴിഞ്ഞു. ഇവർ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ വോഡ്ക ചേർക്കാൻ പോവാണ്. വോഡ്ക ഞാൻ ആഡ് ചെയ്യാണ്. അയ്യോ, ഫയർ എഞ്ചിൻ വിളിക്കേണ്ടി വരുമോ? പേടിക്കണ്ട. ഇത് ഈ വോഡ്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇറ്റാലിയൻ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തീയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. ആണല്ലേ, ഇറ്റലി പോയാൽ തീയൊക്കെയാണല്ലേ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ വോഡ്ക ഒഴിച്ചപ്പം അതിന്റെ ആ തീ വന്നതെന്ന് വെച്ചാൽ അതിന്റെ ആൽക്കഹോൾ കണ്ടന്റ് മൊത്തം കത്തിപ്പോയി. അപ്പൊ നമ്മുടെ ജസ്റ്റ് ആ വോഡ്കയുടെ ഫ്ലേവർ മാത്രമേ എന്ത് കിടക്കുന്നുള്ളൂ. അപ്പൊ ആൽക്കഹോൾ മൊത്തം പോയി. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഹെവി ക്രീമാണ്. ഹെവി ക്രീം ആഡ് ചെയ്ത് നമ്മൾ അടുത്തായിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് ബ്ലാക്ക് പെപ്പർ, പിന്നെ പാസ്ലി ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു അടപ്പാണ് ഏകദേശം ഇട്ടത്. ഇതുപോലെ ഇങ്ങനെ കുപ്പിയിൽ വരും. ആ പാസ്ലി ഇട്ടു, കുരുമുളക് ഇട്ടു, ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ പാർമജാൻ ചീസ്, ഇപ്പം ഇത് 4 ounce തന്നെയാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 ounce ചീസ് ഇടും. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കുക. അപ്പോൾ ഇത് ഒരുമാതിരി ഒരു 2-3 മിനിറ്റ് ചെറുതായിട്ട് തിളച്ചു. നമ്മൾ ആഡ് ചെയ്യാൻ ടൊമാറ്റോ സോസ് ഞാൻ എൻ്റെ ഈ ക്യാൻ്റെ ഒരു പകുതിയോളം ഒഴിക്കുകയാണ്. അപ്പം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. തിള വരുമ്പോൾ പാസ്ത ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതോടുകൂടി നമ്മുടെ പാസ്ത റെഡിയായി. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പാസ്ത ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ പാസ്ത വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പുമിട്ട് നമ്മൾ പാസ്ത വേവിക്കണം. ഓൾമോസ്റ്റ് ഒരു 14-15 മിനിറ്റ് പാസ്ത വേവിച്ചാൽ മതി, കുറച്ച് ഉപ്പിട്ട്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സോസ് റെഡി ആകുമ്പോൾ ഈ പാസ്ത വെള്ളത്തിൽ വെന്ത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ വെന്ത അപ്പം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. അതാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് വെന്ത അപ്പം തന്നെ ഇതിനകത്തേക്ക് കോരിയിടണം. അപ്പോൾ നമ്മളിത് ഒരുപാട് തിളച്ചു. നമ്മുടെ പാസ്ത ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ രുചികരമായ
പാസ്ത റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ രുചികരമായ പാസ്ത റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാം. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾ വരുമ്പോൾ സമയക്കുറവുണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഡിഷ് ട്രൈ ചെയ്യുക. ഇത് വളരെ നല്ല രുചിയും അതുപോലെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഡിഷുമാണ്. ടീം യുവ സ്റ്റാൻഡ് ന്യൂയോർക്കിന്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും വീണ്ടും കാത്തിരിക്കുക. ഗുഡ് ബൈ. ഗുഡ് ബൈ.